ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദ ഫോൺ തരികയാണേ. കാണാതാകുമ്പോ വിക്രമിന്റെ അടുത്ത് തന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറയും. വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുമ്പോഴായിരിക്കും തന്റെ ഫോണും കാണാത്തതായിട്ട് വിക്രമിന് മനസ്സിലാവുക. ആകെ ചമ്മി പോയിട്ടുണ്ടാള്. കാരണം വേദയുടെ മുന്നിൽ കുറച്ച് ഷോ ആക്കിയതാണല്ലോ. വേദയ്ക്കും എന്താ ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നു. ഇത് കേൾക്കുമ്പോ വേദ അങ്ങ് പൊട്ടിച്ചിരിക്കും. ആദ്യം വിക്രവും ചിരിക്കും. പിന്നെ കുറെ നേരം കഴിയുമ്പോഴും വേദയുടെ ചിരി നിൽക്കാതാവുമ്പോ വിക്രം ചോദിക്കും, എന്താണ് അത്രയ്ക്ക് ചിരിക്കാൻ? മറന്നു പോയെന്നല്ലേ ഉള്ളൂ. നിന്റെ ഫോൺ അമ്മയുടെ കയ്യിലാണെന്നുള്ളത് ഉറപ്പാണോ? വേദ പറയും, അറിയില്ല. വിക്രം പറയും, എന്നാലേ അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്ക്. ഉണ്ടെങ്കിൽ അത് കിട്ടിയാ എന്റെ ഫോണിലേക്ക് വിളിക്കാലോ. വേദ പറയും, ഓഹോ, അവനവനൊരു ആവശ്യം വന്നപ്പോ എന്തൊരു തിരക്കാണ്. വിക്രം പറയും, വർത്തമാനം പറയാതെ തെരഞ്ഞു നോക്കടി ആനബുദ്ധി. വേദ പറയും, ഹോ അതെ, അച്ഛമ്മ നിങ്ങൾക്കിട്ട പേരാണേ, അത് എന്റെ അടുത്ത് ഇറക്കണ്ട. വിക്രം പറയും, മര്യാദക്ക് ഫോൺ നോക്കടി. വേദ പറയും, ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ ഇത് കടുകുമണിയൊന്നുമല്ലല്ലോ, കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് വിക്രമിന്റെ കൂടെ തന്നെ വേദയും പിന്നെ തെരയാൻ തുടങ്ങണേ. വിക്രമാണെങ്കിൽ നേരത്തെ വേദ നോക്കിയതിനേക്കാൾ സ്പീഡിൽ എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ വേദ ആ ബെഡ്ഷീറ്റ് ഇങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ട് ആ സൈഡിലെങ്ങനെ വീണെടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഒന്ന് സഹായിക്കും മനുഷ്യ. അപ്പോ വിക്രമും കൂടെ സഹായിക്കണേ. അങ്ങനെ രണ്ടാളും കൂടെ ഫോൺ തരം നടക്കുക വീട് മൊത്തം. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനിസാറിനെയാണ്. ആള് കുളിച്ചു വരുമ്പോ തന്നെ സുധാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കണേ. സാറിന്റെ മുഖത്തില്ല സന്തോഷമൊന്നും ഉഷാറൊന്നുമില്ല. സുധ കാര്യം തിരക്കുമ്പോ ഒന്നുമില്ലെന്നൊക്കെ പറയും. സുധ പറയും, എനിക്കറിയാം വിക്രം വരാത്തതല്ലേ നിങ്ങളുടെ പ്രശ്നം. വിക്രമിനെ ഒരു കേസിലകപ്പെട്ടപ്പോ നിങ്ങക്ക് വേണ്ട രീതിയിൽ സഹായിക്കാൻ കഴിഞ്ഞില്ല. അവൻ കാണാൻ വന്നപ്പോ ഞാൻ സമ്മതിച്ചതുമില്ല. അങ്ങനെ അവനാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് അധികം വരാതെയായി. അതൊക്കെയല്ലേ സങ്കടപ്പെടുത്തുന്നത്. അവൻ എന്നിൽ നിന്ന് അങ്ങനെ ആയിരിക്കില്ല പ്രതീക്ഷിച്ചത്. അതാ എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ കരുതിയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. തെറ്റ് എന്റെ ഭാഗത്താണ്. അപ്പോ സാറ് പറയും, എന്ത് ഭാവി സുധേ? അവൻ കാരണമാണ് ഞാൻ ഇന്നീ നിലയിലെത്തിയത്. എനിക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളെല്ലാം മുന്നേ തടഞ്ഞ് എന്നെ സംരക്ഷിച്ചത് അവനായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് അവനെ ഒഴിവാക്കിയപ്പോ വലങ്ക ഇല്ലാതായി പോയി. പിന്നെ നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഞാൻ അവനെ ഒഴിവാക്കിയത്. അവന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അവൻ എന്റെ കൂടെ പ്രവർത്തിക്കുന്നത് ഇഷ്ടമല്ല. അവന്റെ ഭാര്യയ്ക്കും. പിന്നെ ആ കുട്ടിയാണ് അവൻ പോലീസിന് മുന്നിലെ കുറ്റവാളിയല്ലെന്ന് തെളിയിച്ചത്. അങ്ങനെ അവന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് മടിയായി. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരുമ്പോ സുധ പറയും, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ഫോൺ എടുത്ത് അവനൊന്ന് വിളിക്കാൻ നോക്ക്. നിങ്ങൾ വിളിച്ചാ അവൻ ഇവിടെ എത്തും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിക്രത്തെ വിളിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാര്യം കൂടെ ഉണ്ടായാലേ പിരിവ് കിട്ടുള്ളൂ എന്ന് സുധയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ്. നിങ്ങൾ ഫോൺ എടുത്ത് വിളിക്കുക, നമുക്ക് അവനെ ഇന്ന് തന്നെ കാണാം. ഇപ്പോ സാറിന്റെ മുഖത്തൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് കവലയിൽ കാത്തു നിൽക്കുന്ന കമലയാണ്. അപ്പണ്ടാവും മാഷ് അങ്ങോട്ട് ഓട്ടോയിൽ വരുന്നത്. ഓട്ടോന്ന് ഇറങ്ങി മാഷ് പറയും, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. എവിടേക്കാ? വീട്ടിലേക്ക്. കമല പറയും, അപ്പൊ പിന്നെ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ വീട്ടിൽ നിൽക്കില്ലായിരുന്നോ? മാഷ് പറയും, ഇറങ്ങാൻ നേരത്താ ആ ചന്ദ്രൻ ഒരു ചാക്ക് വളം കയറ്റി വെച്ചത്. ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. അമ്മയ്ക്ക് ഞാൻ വരണോ? വേണ്ട, ഞാനിപ്പോ എത്താം. അങ്ങനെ മാഷ് പോകാൻ നേരത്തെ കമല പറയും, അതെ, ചിലപ്പോ വിക്രമും വേദയും വീട് പൂട്ടിപ്പോയിട്ടുണ്ടാകും. മാഷ് ഇറങ്ങുമ്പോ പൂട്ടിക്കൊള്ളണേ. പിന്നെ ബാക്കിലെ ഗ്രില്ലും പൂട്ടണേ. അടുക്കള വാതിലിന് അത്രയ്ക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലാത്തതാ. മാഷ് പറയും, പൂട്ടിക്കോളാം. ഇനി അഥവാ തുറന്നു കിടന്നാലും കൊണ്ടുപോകാൻ നിധിയൊന്നും ഇല്ലല്ലോ അവിടെ. ഓട്ടോ ഡ്രൈവർ പറയും, ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ടെൻഷൻ കൂടുതലാണല്ലേ മാഷേ? മാഷ് പറയും, അത് ടെൻഷനല്ല, അതിന്റെ പേര് കാര്യത്തിലെന്നാ എന്നിങ്ങനെ തിരുത്തി കൊടുക്കും. ഇതേ സമയം വിക്രമും വേദയും കൂടെ ആ ഫോണും തന്നെ വീടും മൊത്തം നടക്കാണ്. ഹോളിലും കിച്ചണിലും എല്ലായിടത്തും വിക്രമും കൂടുന്നുണ്ട്. അതാ രസം. എവിടെയും കാണാതാകുമ്പോ വിക്രം പറയും, നീ ഒരു കാര്യം ചെയ്യേ, അത് ഇവിടെ ഒന്നുമില്ല, കവലയിലേക്ക് ചെല്ലേ, അമ്മ പോയിട്ടുണ്ടാവില്ല. അമ്മ അച്ഛനോടൊപ്പം പോകുന്നതിന് മുമ്പ് ആ ഫോൺ വാങ്ങിച്ചിട്ട് വാ. വേദ പറയും, അത് നിങ്ങൾക്കൊന്ന് ചെയ്തൂടെ? വിക്രം പറയും, എന്ത്, നിന്റെ ഫോൺ ഞാൻ പോയി വാങ്ങിക്കാനോ? നല്ല കാര്യായി, ഞാനേ ഒരു ഓട്ടോ വിളിച്ച് വർക്ക്ഷോപ്പിലേക്ക് പോവാ. അപ്പൊ വേദ പറയും, അയ്യോ, ഇപ്പൊ ഞാനൊരു കാര്യം ഓർക്കുന്നോ, രാവിലെ അമ്മ എന്റെ ഫോൺ വാങ്ങിച്ചിരുന്നോ, അത് ചിലപ്പോ അച്ഛന്റെ റൂമിലുണ്ടാകും. വിക്രം പറയും, ഹോ, എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞൂടെ? വേദ പറയും, പിന്നെ അതിനിപ്പോ ഓർമ്മ നമ്മുടെ സൗകര്യത്തിനാണോ വരുന്നത്, പോയി നോക്ക്. അങ്ങനെ വേദ മാഷിന്റെ റൂമിലേക്ക് പോവാണേ. വിക്രം അടുത്തന്നെ നിൽക്കും. എന്തായി, കിട്ടിയോ? അല്പസമയം കഴിഞ്ഞ് വിളിച്ചു ചോദിക്കുമ്പോ ഇല്ല എന്ന് വേദ പറയുന്നുണ്ട്. ഇല്ലേ, അവിടെ ഉണ്ടെന്നല്ലേ ഉള്ളൂ വലിയ കാര്യത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞേ വിക്രം അങ്ങോട്ട് പോവാണ്. അയ്യോ, ഇതിപ്പോ എവിടെയായിരിക്കും എന്നും പറഞ്ഞേ വേദ തെരഞ്ഞുകൊണ്ട്, അതായത് മേശയുടെ മുകളിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിക്കണേ. അപ്പോ വിക്രം വന്നിട്ട് ആ തലനെടുത്ത് ഇങ്ങ് മാറ്റുമ്പോ അവിടെ ഉണ്ടാവും ഫോണ്. അയ്യോ, ദേ ഫോൺ. വിക്രം പറയും, ഫോൺ, ആ ഫോണിങ് തന്നെ, ഞാൻ എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതില് വേദ ആ ഫോൺ കൊടുക്കൂല, ആദ്യം ഞാൻ എന്റെ മുത്തശ്ശിയെ വിളിക്കട്ടെ. അങ്ങനെ വിളിക്കാൻ നോക്കുമ്പോ അയ്യോ, ചാർജ് തീർന്നു പോയല്ലോ, ഞാനൊന്ന് ചാർജ് ചെയ്യട്ടെ. അങ്ങനെ വേദ അപ്പൊ തന്നെ അവിടെ തന്നെ ചാർജ് ചെയ്യാടും. വിക്രം പറയും, ഈ ഫോണ് കുത്തിയ ഉടനെ ചാർജ് ആവുന്നല്ലേ, നീ കുത്തിയിട്ട് വിളിക്കേ. വേദ പറയും, അയ്യോ, കറണ്ടിൽ കുത്തിയിട്ടിട്ടേ ഫോൺ വിളിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു പോയ ആൾക്കാർക്കൊക്കെ ഫോൺ പൊട്ടിത്തെറിച്ച് അപകടം പറ്റിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ വിക്രം മനസ്സിൽ വിചാരിക്കും, എങ്കിൽ എത്ര നന്നായിരുന്നു
ഇത് മെല്ലെ പറയുന്നത്. വേദയ്ക്ക് എന്ത് കൊഞ്ചാതെ വേഗം ഫോൺ വിളിക്ക് പെണ്ണേ, എനിക്ക് എന്റെ ഫോൺ വർക്ക്ഷോപ്പിലുണ്ടോന്ന് വിളിച്ചു നോക്കണം. വേദ പറയും ധൃതി വെക്കല്ലേ, നമ്മൾ രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ, ഇത്തിരി സാവകാശം പോരെ. അപ്പൊ തന്നെ വിക്രം പറയും നീ പറയുന്ന പോലെ അനുസരിച്ച് നീ പറയുന്ന പോലെ പ്രവർത്തിക്കാൻ ഞാൻ എന്താ നിന്റെ വേലക്കാരനാണെന്ന് കരുതിയത്. വേദ പറയും അയ്യോ നിങ്ങളെ ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ കൂലിക്കാരനാണ്, പ്രധാന ജോലി പോസ്റ്റർ ഒട്ടിക്കലും കൂലിത്തല്ലും. വിക്രം ഹൃദയ ശ്രീനിസാറിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാ എന്റെ സ്വഭാവം മാറും. വേദയ്ക്കും അയാളുടെ കൂടെ നടന്നാ നിങ്ങളുടെ സ്വഭാവം നന്നാവൂ. അതാവാൻ അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസോ മഹാത്മാഗാന്ധിയോ ആണോ? വെറും ശ്രീകാര്യം ശ്രീനിവാസനല്ലേ വട്ടി പരീക്ഷയ്ക്ക് കടം കൊടുക്കുന്ന 3 അംഗയുടെ രാഷ്ട്രീയക്കാരൻ. ഇത് കേൾക്കുമ്പോ വിക്രത്തിനങ്ങ് ദേഷ്യം വരും. ഡി എന്ന് പറഞ്ഞേ ആ ഗുണ്ടയുടെ രൂപത്തിലേക്ക് മാറാണ് വിക്രം. അടിക്കാനങ്ങ് കൈയൊങ്ങും. വിക്രം ഇങ്ങനെ നിൽക്കുന്നതാണുമ്പോ വേദ കണ്ണിലേക്കിനെ നോക്കും. വിക്രമിനെ ആകെ ഭ്രാന്ത് പിടിക്കും. എവിടെ കാണിച്ചു തരാടി നിന്റെ ഫോൺ എന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്ത് തറയിലെറിഞ്ഞ് പൊട്ടിക്കണേ. അത് അപ്പൊ തന്നെ രണ്ടായി പോവും. അയ്യോ ഫോൺ എടോ, തന്നെ ഞാൻ പെണ്ണുങ്ങൾക്ക് നേരെ അക്രമം കാണിക്കുന്നു, തന്നെ ഞാൻ താൻ ഫോൺ എറിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോഴായിരിക്കും പില്ലോ അവിടെ ഉണ്ടാവുക. അതെടുത്ത് വിക്രത്തിനെ ഒരുപാട് അടിക്കും. വിക്രം കട്ടിലോട് ഉരുണ്ട് മറിഞ്ഞ് അപ്പുറത്തേക്ക് എത്തും. അതിൽ ബെഡ്ഷീറ്റും കൂട്ടിയാണ് അങ്ങ് ഉരുണ്ടു പോകുന്നത്. വേദ അവിടെയും ചെന്നടിക്കും. അപ്പോഴേക്കും മറ്റേ തലനെടുത്ത് വിക്രമും വരിക. നിങ്ങളിന്ന് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞോണ്ടാ വേദ വിക്രത്തെ എങ്ങനെ തല്ലുന്നത്. രണ്ടുപേരും പരിസരം മറന്നിട്ടുണ്ട്. ഇത് മാഷിന്റെ റൂമാണെന്നുള്ള കാര്യം തന്നെ അവർക്ക് ഓർമ്മയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ആ തലേണയുടെ ഉള്ളിലുണ്ടായിരുന്ന പഞ്ഞിക്കെട്ട് മൊത്തം പുറത്തേക്ക് വരാണ്. എന്നിട്ട് ഇവരുടെ അടിയും ദേഷ്യവും നിൽക്കുന്നില്ല. അങ്ങനെ തല്ലിക്കൊണ്ടേയിരിക്കും. വേദ ഈ തലനോണ്ട് ഉറുമി വെച്ച് തല്ലുന്ന പോലെയൊക്കെ തല്ലുന്നത്. വിക്രമും അതുപോലെ തന്നെ. അങ്ങനെ അടിച്ചടിച്ച അവസാനം അതൊരു തുണി മാത്രമായി മാറും. അത് വെച്ചടിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന മാഷിന്റെ തൈലോ മറ്റോ തെറിച്ചു പോയി വിക്രത്തിന്റെ ദേഹത്തേക്ക് വീഴാ. അപ്പോഴും അവർക്ക് തങ്ങളുടെ റൂമല്ലെന്ന് മനസ്സിലായിട്ടില്ല. വേദ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കും. ബാത്റൂമിൽ കയറി കുളിക്കാൻ നോക്കും മനുഷ്യ. അച്ഛൻ കാലില് തേക്കുന്ന കൊട്ടത്തൈലാണ്. നാറും. അതില് വിക്രവും കുറച്ച് മുഖത്തുനിന്ന് എടുത്ത് മണത്ത് വെക്കും. വേന്ന് പറഞ്ഞ് ഓക്കാനിക്കാനുള്ള ഭാവത്തിൽ നിൽക്കുക. ഒന്ന് പോയി കുളിക്കും മനുഷ്യ. അങ്ങനെ വിക്രം കുളിക്കാനായിട്ട് പോകുമ്പോ ആ ഫോണ് താഴെ ഉണ്ടാവും. അതൊരൊറ്റ ചവിട്ട് വിട്ടിട്ടാ അവിടുന്ന് വീണ്ടും ആ ദേഷ്യം കാണിച്ചിട്ടാ പോകുന്നത്. ഈ മനുഷ്യന് ഭ്രാന്താ എന്നും പറഞ്ഞ് വേദ എവിടെ പോയി എന്ന് പറഞ്ഞ ആ ഫോണും തെരഞ്ഞു നടക്കണേ. വിക്രം അത് ചവിട്ടി നീക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ പഞ്ഞിയല്ലേ, കാണുന്നില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനിസാറെ വിക്രത്തെ വിളിക്കണേ. ഇതേസമയം വിക്രത്തിന്റെ ഫോണാണെങ്കിൽ സൈലന്റ് ആയി വർക്ക്ഷോപ്പിലാണല്ലോ. റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും എടുക്കുന്നുമില്ല. ഈ സമയം സുധയ്ക്കും എന്തു പറ്റി, സ്വിച്ച് ഓഫ് ആണോ? റിങ് ഉണ്ട് പക്ഷെ എടുക്കുന്നില്ല. അങ്ങനെ എടുക്കാതിരിക്കോ? അറിയില്ല. ഇനി അവൻ പരിഭവത്തില് എങ്കിൽ പിന്നെ പോയി തന്നെ സംസാരിക്കണം. ഇത് കേൾക്കുമ്പോ ശ്രീനിസാർ എങ്ങനെ നോക്കുമ്പോ എന്താ നോക്കുന്നത്? അല്ല 3-4 ദിവസം വരെ അവന്റെ കാര്യത്തിൽ തലയിടണ്ടെന്ന് പറഞ്ഞ നീ ഇപ്പോ അവനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്ന് കരുതിയിട്ടാ. ഭാര്യമാരെപ്പോഴാ മാറുന്നതെന്ന് അറിയില്ലല്ലോ അല്ലേ? അന്ന് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം അതൊരു പെൺകേസ് ആയിരുന്നു. ഞാനൊരു പെണ്ണല്ലേ ശ്രീയേട്ടാ. ഞാൻ ചെയ്തതില് തെറ്റുണ്ടോ? ശ്രീനിസാർ പറയും ഇല്ല, ഞാൻ എന്തായാലും ആ പുളിക്കലിനെ വിളിച്ച് അവനെ കൈയോടെ കൂട്ടിക്കൊണ്ട് വരാൻ പറയട്ടെ. അങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ സുധ മനസ്സിൽ വിചാരിക്കും ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തിനും ഞാൻ റെഡി ആയിരിക്കും. വിക്രം വേണ്ടടുത്ത് വേണം, വേണ്ടാത്തടത്ത് അങ്ങ് ഒഴിവാക്കും. ഇതേ സമയം മാഷ് അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോഴേ ചാക്കൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. നോക്കുമ്പോ ഡോറ് തുറന്നിട്ടിരിക്കുന്നേ. അങ്ങനെ അതവിടെ വെച്ച് അകത്ത് കയറി നോക്കുകയാണ്. ഹോളിലും കിച്ചണിലും ഇവരുടെ റൂം ഒഴികെ എല്ലാ റൂമിലും മാഷ് അവരെ നോക്കുമ്പോ എവിടെയും കാണുന്നില്ല. ഇതേ സമയം വിക്രം അവിടെ കുളിക്കുകയാണല്ലോ. മാഷിന്റെ റൂമിലാണ്. ആ ബാത്റൂമിൽ നിന്നാണ് കുളിക്കുന്നത്. വേദ ആ ഫോണും തിരഞ്ഞു നടക്കുക. കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ അത് ഓണാക്കാനുള്ള പരിപാടിയിലാണ് വേദ. ഇതേ സമയം മാഷ് പുറത്താണല്ലോ അവരുടെ റൂം. അവിടെയും നോക്കും. എവിടെയും കാണാതാവുമ്പോ വാതിലൊക്കെ തുറന്നിട്ട് ഇവര് പോയോ? ഉത്തരവാദിത്തം എന്ന് പറയുന്ന അവനുമില്ല അവന്റെ പെണ്ണിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാഷെ അടുക്കളയിലെ ഭാഗത്തുള്ള 2 വാതിലുകളും ഡോർ ലോക്ക് ചെയ്ത് കീ കൊണ്ടാണ് ലോക്ക് ചെയ്ത് കീ എടുക്കണേ. ശേഷം മെയിൻ ഡോർ അങ്ങ് അടയ്ക്കുക. ഇങ്ങനെ അടച്ച് ലോക്ക് ചെയ്യുന്ന ശബ്ദം വേദ പെട്ടെന്ന് കേൾക്കും. വേദ ആ ഫോൺ അവിടെ വെച്ച് അവിടെ വന്ന് നോക്കുമ്പോഴേക്കും ഡോർ അടച്ചിട്ടുണ്ട്. ആരടച്ചത്? അയ്യോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജനലിലൂടെ നോക്കുമ്പോണ്ടാവും മാഷ് ഇറങ്ങി പോകുന്നത്. അച്ഛാ എന്ന് വിളിക്കുന്ന ഈ ശബ്ദം വരുമ്പോൾ തന്നെ ആയിരിക്കും ഗേറ്റ് അടയ്ക്കുന്നത്. ഗേറ്റ് അടയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോ വേദ വിളിക്കുന്ന ശബ്ദം മാഷ് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അച്ഛാ നിക്ക് പോവല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും ഓട്ടോയും സ്റ്റാർട്ടായാണല്ലോ നിൽക്കുന്നത്. ആ ശബ്ദം ഉള്ളത് കൊണ്ട് മാഷിനെ വേദയുടെ ശബ്ദം കേൾക്കുന്നില്ല. അങ്ങനെ ഗേറ്റും ലോക്ക് ചെയ്തതിനു ശേഷം മാഷ് ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കാണുമ്പോ തീരുമാനായി എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം മാഷ് കവലയിലെത്തി. കമലോടേക്കും നീ എന്താ പറഞ്ഞത്? അവനും അവളും വീട് പൂട്ടിയിട്ടുണ്ടാവുന്നല്ലേ? പടിവാതിൽ പോലും പൂട്ടാതെ എല്ലാം തുറന്നു മലർത്തിയിട്ട് പോയിരിക്കുക. മാഷേ ആണോ? വേദ അങ്ങനെ ചെയ്യില്ലല്ലോ. അവന്റെ കൂടെ അല്ലേ കൂട്ട്. വകതിരിവ് വട്ട പൂജയായി കാണല്ലോ. കമലയ്ക്കും എന്നിട്ട് നിങ്ങൾ പൂട്ടിയില്ല മാഷേ? അല്ലാതെ തുറന്നിട്ട് പോരാൻ പറ്റുമോ?
മാഷ് പറയും എന്നാ അവൻ തുറന്നോളൂ, അവന്റെ കയ്യിൽ താക്കോലുണ്ട്, നീ വാ ബസ് ആ സ്റ്റോപ്പിൽ നിർത്തുക എന്ന് പറഞ്ഞ് ഇവര് ബസ് കയറാൻ പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പുളിക്കിലെ വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് വിക്രത്തിനെ തെരഞ്ഞിട്ട്. വിക്രം എവിടെ? അവൻ ഇവിടെ ഇല്ലല്ലോ, അമ്മ വിളിച്ചിട്ട് എന്തോ കാര്യത്തിന് പോയതാ, തിരിച്ചു വരാൻ നേരത്തെ തന്നെ വിളിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ അവൻ ഫോൺ എടുക്കാത്തത്? അനിയൻകുട്ടൻ പറയും അങ്ങനെ ഒരു വഴിയില്ലല്ലോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ആ ഫോൺ അവിടെ തന്നെയാണല്ലോ ഉള്ളത്, അത് ഇവർക്കും അറിയില്ല. റിംഗ് ഉണ്ട്, എടുക്കുന്നില്ല. പുളിക്കിലറിയും സാറ് വല്ലാത്ത ടെൻഷനില്ല. സാരമില്ല, ഇതിപ്പോ വീട്ടിലല്ലേ, 2-3 ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ജയിലിലേക്ക് പോകുന്നുണ്ടായപ്പോ പോലും സാറിന് ടെൻഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. പുളിക്കിലറിയും അങ്ങനെ പറയില്ല അനിയൻകുട്ട, സാറിന്റെ സാഹചര്യം അപ്പൊ അങ്ങനെയായിരുന്നു. അനിയൻകുട്ടൻ പറയും എന്ത് സാഹചര്യം പുളിക്കാം? പെണ്ണ് കേസിൽ അകത്തായ ഒരുത്തനെ പുറത്തിറക്കി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഇഷ്യൂ ആവോ എന്നുള്ള വിഷയം, അല്ലാതെ അന്ന് എന്ത് സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ലെന്ന് സാറോട് പറഞ്ഞേക്ക്. സാർ ആ വിഷയത്തിൽ ഇടപെടാതിരുന്നത് നന്നായെന്ന് അവനും പറഞ്ഞുള്ളൂ. അനിയൻകുട്ടൻ പറയും അത് അവന്റെ നല്ല മനസ്സ്, ശ്രീനി സാറ് മനസ്സിലാക്കിയ സാറിന് നല്ലത് മാത്രം. അതിപ്പോ സാറിന് അങ്ങനെ തോന്നിയതുകൊണ്ടാണല്ലോ അനിയൻകുട്ട എന്നെ പറഞ്ഞു വിട്ടത്. സാറ് നേരിട്ട് വരാനിരുന്നതാ, ഞാനാ പറഞ്ഞത് ഞാൻ പോയി അന്വേഷിച്ചോളാന്ന്. ജോസഫ് പറയും കുറച്ച് കഴിഞ്ഞാലേ ഞാൻ അവനെ വിളിക്കാൻ പോവും, അപ്പൊ ഞാൻ പറയാം അവനോട് സാറിന്റെ അടുത്ത് വരാൻ, ഇന്ന് തന്നെ വരാൻ പറയണേ. ശരി എന്ന് പറഞ്ഞിട്ട് പുളിക്ക് നടന്നു പോകും. പോയി കഴിഞ്ഞാല് സജീവൻ പറയും വിക്രം പാർട്ടിയിൽ നല്ല സജീവമാണല്ലേ. ഇത്രയും കാലം ശ്രീനി സാറിന് വേണ്ടി കൊട്ടേഷൻ പണിയായിരുന്നു, ഇപ്പോ യൂത്തിന്റെ സെക്രട്ടറി ആക്കുന്നൊക്കെ പറച്ചിലുണ്ട്. അല്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ. ജോസഫ് വയ്ക്കും അതെന്താടാ വെറും പറച്ചിൽ മാത്രമാണോ? അനിയൻകുട്ടൻ പറയും രാഷ്ട്രീയം ഒന്നും അവന് സെറ്റ് ആവാൻ പോകുന്നില്ല ജോസഫ്, ആ വേദ എനിക്ക് സമ്മതിക്കാനും പോകുന്നില്ല, നീ ചെന്ന് പണി ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ അവര് പണിയെടുക്കുക. അങ്ങനെ സജീവ് ഫോണെടുത്ത് വിക്രത്തെ വിളിക്കണേ. ഈ സമയം വിക്രത്തിന്റെ ഫോണിൽ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട് ഫോൺ ഓഫ് ആണല്ലോ. ജോസഫേ എന്തായാലും നീ ചെന്ന് അവനോട് പറഞ്ഞേക്ക്, ശ്രീനി സാറ് വിളിച്ചതല്ലേ. ശരി എന്ന് പറഞ്ഞ ജോസഫ് പോവും. ഇത് സമയം വേദയാണെങ്കിലേ ഫോണും കയ്യിൽ പിടിച്ച് അത് ഓണാവാനും പറ്റിയിട്ടില്ല, അങ്ങനെ ഇരിക്കണേ. അങ്ങനെ ഇരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷമുള്ള പ്രൊമോ അടിപൊളി പ്രൊമോ ആണ്. ആ പ്രൊമോ റിവ്യൂല് വിക്രമും വേദയും കൂടെ ആ വീടിനകത്ത് പെട്ട ഒരു കഥയാണ്. വേദ വിക്രമിന്റെ അടുത്തേക്കായി നിന്നിട്ട് നമുക്ക് നമ്മുടെ ഹണിമൂണ് ഇവിടെ വെച്ച് ആഘോഷിക്കാന്ന് പറയാ. അത് കേൾക്കുമ്പോ വിക്രം എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. അങ്ങനെ വേദ ഒരു പാട്ടൊക്കെ പാടിയിട്ട് വിക്രത്തെ അവിടെ ലോക്ക് ചെയ്യുന്നുണ്ട്. വിക്രം ദൈവമേ എന്ന് വിളിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ വേദ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.